തീരദേശത്തെ വീടുകളിൽ സ്ഥിരമായി വെള്ളം കയറുന്നത് പ്രദേശവാസികളെ കൂടുതൽ ദുരിതത്തിലാക്കുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി വേലിയേറ്റത്തെ തുടർന്നുള്ള വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും മൂലം വെളിയത്താംപറമ്പ് തീരദേശ മേഖലയിൽ പല വീടുകളും വെള്ളത്തിലായി. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ ഓരോ കുടുംബങ്ങളും ജീവിക്കുന്നത്. ഒരിക്കൽ പോലും വെള്ളം ഒഴിഞ്ഞിട്ട് ഒന്നിലെ മുറ്റത്തായിരിക്കും. ആ മുറ്റത്ത് തെങ്ങുമ്പോഴത്തേലും ഞങ്ങളുടെ വീടുകളിലേക്ക് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന വീടാണ്. ആ വീടുകളിലേക്ക് ഞങ്ങളുടെ ഈ വെള്ളം കയറണേണ്. ഇപ്പോൾ ആ കൊച്ചിനൊന്ന് മരിച്ചിട്ട് അവൻ്റെ സ്വന്തം വീട്ടിൽ പോലും കൊണ്ട് കിടത്താൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അവൻ്റെ അച്ഛനും അമ്മക്കൊന്നും അവൻ്റെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് നീങ്ങിയത്. അതായത് ഇവിടെ ഓരോ ആൾക്കാരും മരിച്ചിട്ടും കിട്ടണ അവസ്ഥ എന്നാൽ സ്വന്തം വീട്ടിൽ കയറ്റിക്കിടത്താൻ പറ്റാണ്ട് റോഡ് സൈഡിൽ പന്തൽ കെട്ടിയിട്ട് അവിടെ ടേബിളുമൊക്കെ കിടത്തിയിട്ടാണ് കണ്ടിട്ട് ഈ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. മൃതദേഹം പോലും വീട്ടിലെത്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഈ പ്രദേശത്തുള്ളത്. കഴിഞ്ഞ ദിവസം ബൈക്ക് അപകടത്തിൽ മരിച്ച വിഷ്ണുവിന്റെ വീട് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതിനാൽ മൃതദേഹം പിതൃസഹോദരന്റെ വീട്ടിലെത്തിച്ചാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. പ്രദേശത്ത് വിവാഹം, മരണം പോലെയുള്ള ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ കടപ്പുറത്ത് നിന്നും വാഹനങ്ങളിൽ മണ്ണെത്തിച്ച് താൽക്കാലികമായി വെള്ളക്കെട്ട് ഒഴിവാക്കിയാണ് കാര്യങ്ങൾ നടത്തുന്നത്. വീട് മാത്രമല്ല, ഈ പ്രദേശത്ത് കിടക്കുന്ന ഈ മുഴുവൻ വീട് നമ്മൾ പരിശോധിച്ചാൽ കാണാം, ഈ വീട്ടുമുറ്റത്ത് മാത്രമല്ല വീടിനകത്തും വെള്ളം. കാരണം ഇപ്പോൾ സ്ത്രീകൾ എന്നോട് പറയുന്നത്, രാവിലെ വിളിച്ചിട്ട് പറയുന്നത്, ഞങ്ങൾ വീടിനകത്ത് വെള്ളം കോരി ഞങ്ങൾക്ക് നടുവേദന ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയണത്. അപ്പം ഞാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി അയച്ചിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് ജലവിഭവ വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. ഈ വിഷയം നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഈ വിഷയം ഇതിന് ശേഷം ശാസ്ത്രീയമായ ഒരു പഠനം, അതിൻ്റെ ഒരു വിവരം അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് സമുദ്ര ഗവേഷണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ഡോക്ടർ KS കൃഷ്ണ സാറിനെ കണ്ടു. സാറ് പറയുന്നത്, ഈ വെള്ളം ഈ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഒഴുകിപ്പോകണമെങ്കിൽ കിഴക്ക് ചെന്ന് വെള്ളം വീഴാനുള്ള ഒരു സൗകര്യം വീരംപുഴയ്ക്ക് ഇപ്പം ഇല്ല എന്നാണ് പറയുന്നത്. വീരംപുഴയുടെ ഈ വെള്ളത്തെ വഹിക്കാനുള്ള കഴിവിപ്പോൾ എക്കലും ചെളിയും അടിഞ്ഞ് ഇല്ലാതായിരിക്കും. ഒരു വൻ പദ്ധതി തന്നെ ഇട്ട് വീരംപുഴയുടെ ആഴം, അത് ശരിക്കും പറഞ്ഞാൽ വീരംപുഴയെ യൗവനയുക്തമാക്കണം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിൻ്റെ പൂർവാവസ്ഥ പുനഃസ്ഥാപിക്കണം. അതായത് അതിൻ്റെ എക്കലൊക്കെ കളഞ്ഞ് അതിൻ്റെ അടിയിൽ ഈ നൈസർഗികമായ മണ്ണ് വരുന്ന രീതിയിലേക്ക് അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റണം. എന്നാൽ മാത്രമേ പടിഞ്ഞാറേക്കുള്ള വെള്ളം അവിടെ ചെന്ന് വീണ് ആ വെള്ളത്തെ ഉൾക്കൊണ്ട് അത് താഴേക്ക് വാർന്നു പോകാനുള്ള ഒരു ശേഷി പുഴയ്ക്കുണ്ടാവുള്ളൂ. അപ്പം അത് ഇല്ലാത്തതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. വൈപ്പിനിലെ മിക്ക പഞ്ചായത്തുകളിലെയും പല താഴ്ന്ന പ്രദേശങ്ങളും വെള്ളം കയറുന്നത് പതിവായിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനം നടത്തി പരിഹാരം കാണണമെന്നാണ് ആവശ്യം.